ഈശോയ്ക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായിൽ സ്നേഹം നിറഞ്ഞ ഗുഡ്നെസ് ടി വിയുടെയും ഗുഡ്നെസ് യൂട്യൂബ് ചാനലിൻ്റെയും മാന്യ പ്രേക്ഷകരെ, കുരിശിൻ്റെ തണലിൽ ഷാഡോ ഓഫ് ദ ക്രോസ് എന്ന വചന പ്രഘോഷണ പരമ്പരയിലേക്ക് നിങ്ങളെല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്കൊക്കെ അറിയാം, ഈ ദിവസങ്ങളിൽ സ്വർണത്തിൻ്റെയൊക്കെ വില കുതിച്ചുയരുന്ന ദിനങ്ങളാണ്. ഒരമ്മച്ചി എൻ്റെ അടുക്കൽ വന്ന് ചോദിച്ചു, അച്ചോ, സ്വർണത്തിന് 1,40,000 വരെ എത്തുമെന്നൊക്കെ പറയുന്നത് കേട്ടത് ശരിയാണോ? അച്ഛൻ്റെ അഭിപ്രായം എന്താണ് എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ അമ്മച്ചിയോട് ചിരിച്ചുകൊണ്ട് ചോദിച്ചു, അമ്മച്ചി എന്തുകൊണ്ടാണ് ഇങ്ങനെ ചോദിക്കുന്നത്? അമ്മച്ചിയുടെ കയ്യിൽ ധാരാളം സ്വർണമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്ന് വെറുതെ പറഞ്ഞു. അപ്പോൾ അമ്മച്ചി പറഞ്ഞു, അച്ഛൻ പറഞ്ഞത് ശരിയാണ്. കാരണം എൻ്റെ ജീവിതത്തിൽ വലിയ അധ്വാനത്തിൻ്റെ കഷ്ടപ്പാടിൻ്റെ ഫലമായിട്ടാണ് ഞാനിതൊക്കെ സമ്പാദിച്ച് ഉണ്ടാക്കിയത്. കുറച്ചൊക്കെ ഇപ്പോൾ വിറ്റാലോ എന്ന് കരുതി. കാരണം ഈ അമ്മച്ചി 80 വയസ്സിന് മുകളിലെത്തി. അമ്മച്ചിയുടെ എല്ലാ പ്രാരാബ്ധങ്ങളും നീങ്ങിയിരുന്നു. ഇനി അമ്മച്ചിക്ക് സന്തോഷമായിട്ട് സ്വസ്ഥമായിട്ട് ജീവിക്കണം, അതാണ് അമ്മച്ചിയുടെ ആഗ്രഹം. അപ്പോൾ അമ്മച്ചി എന്നോട് ചോദിച്ചു, അച്ചോ, ഞാൻ ഈ സ്വർണം ഇപ്പോൾ വിറ്റാൽ കുറേ കാശ് കിട്ടും, പക്ഷേ അത് ഇതിനേക്കാൾ കൂടുതലായിട്ട് വില കൂടിപ്പോയാൽ പിന്നെ എൻ്റെ മനസ്സിൽ ഭയങ്കര വിഷമമാണ്. കാരണം എന്താ, ഇത് ഇത്രയും നഷ്ടമായി പോയല്ലോ, അല്പസമയം ഞാൻ കാത്തിരുന്നാൽ മതിയായിരുന്നല്ലോ, അതുകൊണ്ട് ഇത് വിറ്റ് കളഞ്ഞല്ലോ എന്ന ചിന്ത വരും. അച്ഛനറിയാവോ, ഞാൻ എത്രമാത്രം കഷ്ടപ്പെട്ടാണ് അധ്വാനിച്ചതെന്ന്. മക്കളുണ്ടായിരുന്നു, അവരെയൊക്കെ നല്ല നിലയിൽ കെട്ടിച്ചയച്ചു. കൂലിപ്പണിയെടുത്തും അടയ്ക്ക പൊളിച്ചും തേങ്ങ പെറുക്കിയും ഓലമെടഞ്ഞും ഒക്കെയാണ് ഞാനിത് സമ്പാദിച്ച് സ്വരൂപിച്ചത്. ഇനി ഇങ്ങനെയുള്ള ഈ ഒരു മുതൽ ചെറിയ വിലയ്ക്ക് കൊടുക്കാൻ എനിക്ക് ആഗ്രഹമില്ല, നല്ല വില തന്നെ കിട്ടണമെന്ന് അമ്മച്ചി പറഞ്ഞു. ഞാൻ അമ്മച്ചിയോട് സംസാരിച്ചു, അമ്മച്ചി, കയ്യിലുള്ളത് കൊടുത്ത് അല്പം കാശൊക്കെ ആക്കുക, പിന്നെ ലോക്കറിലൊക്കെ ഉള്ളതൊക്കെ ആണെങ്കിൽ അത് അവിടെ ഇരിക്കട്ടെ, കൂടുതൽ പൈസ വരുമ്പം നമുക്കത് കൊടുക്കാം. അപ്പം അങ്ങനെ അമ്മച്ചി എൻ്റെ അടുക്കൽ നിന്ന് പതുക്കെ പോവുകയാണ് ചെയ്തത്. സ്നേഹമുള്ളവരെ, ജീവിക്കാൻ മറന്നുപോയ വ്യക്തികൾക്ക് ഒരു ഉദാഹരണമാണ് ഈ അമ്മച്ചി. ജീവിതത്തിൽ സമ്പാദിക്കണം, നമുക്ക് സമ്പത്ത് വേണം, അല്ലാതെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുവാനായിട്ട് പറ്റില്ല. പക്ഷേ ഒരു ദിവസം ഒരു നേരം മാത്രം ആഹാരം കഴിച്ചും അതോടൊപ്പം തന്നെ അവരുടെയൊക്കെ ഭാഷയിൽ പറഞ്ഞാൽ മുണ്ട് മുറുക്കി ഉടുത്തുമൊക്കെ ജീവിതത്തിൻ്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കുവാനായിട്ട് ശ്രമിച്ച് ഇങ്ങനെ സമ്പാദിച്ച് വെച്ചിരിക്കുക. പ്രായം 80 വയസ്സിന് മുകളിലെത്തി, ഇനി എത്ര നാൾ ജീവിക്കുമെന്ന് പോലും അറിയില്ല. രോഗങ്ങളൊക്കെ ഈ അമ്മച്ചിയെ വേട്ടയാടുന്നുമുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ തിരക്കേറിയ യാഥാർത്ഥ്യങ്ങളിലൂടെ കടന്നു പോവുക എന്നുള്ളത് സ്വാഭാവികമാണ്. പക്ഷേ ജീവിക്കാൻ മറക്കരുതേ. ഉള്ളത് കൊണ്ട് സന്തോഷമായി ജീവിക്കുവാൻ, സംതൃപ്തമായി ജീവിക്കുവാൻ സാധിക്കട്ടെ. അതാണ് 2026 നാം എടുക്കേണ്ട ഏറ്റവും മനോഹരമായ ഒരു ദൃഢപ്രതിജ്ഞ. ഉള്ളത് കൊണ്ട് ജീവിക്കുവാൻ, സന്തോഷമായിട്ട് ജീവിക്കുവാൻ, ജീവിതം ആസ്വദിച്ച് മുമ്പോട്ട് പോകുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. നമ്മൾ മലയാളികൾ 3-4 മണിക്കൂറുമൊക്കെ സമയമെടുത്താണ് പാചകം ചെയ്യുന്നത്. ഈ 3-4 മണിക്കൂറൊക്കെ സമയമെടുത്തുണ്ടാക്കിയ പാചകം, ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ 5 മിനിറ്റ് കൊണ്ടൊക്കെ പെട്ടെന്ന് കഴിച്ച് ഇറങ്ങിത്തിരിക്കുന്നവരാണ് നമ്മൾ ഉണ്ടാക്കിയ ഭക്ഷണം, അതിൻ്റെ രുചി മനസ്സിലാക്കാൻ, അതിൻ്റെ സൗന്ദര്യം, അതിൻ്റെ മണം, നിറം മനസ്സിലാക്കാനായിട്ട് ജീവിതത്തിൻ്റെ തിരക്കേറിയ യാഥാർത്ഥ്യങ്ങളിൽ സാധിക്കുന്നുണ്ടോ? വിദേശ രാജ്യങ്ങളിലുള്ള വ്യക്തികളെയും ഒക്കെ എനിക്കറിയാം. അവർ 30 തൊട്ട് 45 മിനിറ്റിനുള്ളിൽ അവർക്ക് വേണ്ട ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കും. പക്ഷേ 1 മണിക്കൂറും 1.5 മണിക്കൂറും ഒക്കെ ഇരുന്ന്
വർത്തമാനമൊക്കെ പറഞ്ഞ് അങ്ങനെ ഭക്ഷണം കഴിച്ച് ജീവിതം ആസ്വദിക്കുന്ന വ്യക്തികളുമുണ്ട് സഹോദരങ്ങളെ. നമുക്കറിയാലോ, ഇന്ന് നമ്മുടെയൊക്കെ കുഞ്ഞുമക്കൾ, കൊച്ചുമക്കളൊക്കെ ഉണ്ടെങ്കിൽ അവരോടൊപ്പം സ്പെൻഡ് ചെയ്യാനുള്ള സമയം കുറഞ്ഞുകൊണ്ടിരിക്കുക. കാരണം എന്താ? ജീവിതത്തിൻ്റെ രണ്ട് അറ്റവും കൂട്ടിമുട്ടിക്കണമെങ്കിൽ രണ്ടു പേരും അധ്വാനിക്കണം. അധ്വാനിക്കണം, വേണ്ട എന്ന് പറയുന്നില്ല. എന്നാൽ 2 വയസ്സ് കഴിയുന്ന അല്ലെങ്കിൽ 3 വയസ്സ് കഴിയുന്ന ഒരു കുഞ്ഞിൻ്റെ കയ്യിലേക്ക് നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ കൊടുത്ത്, കാർട്ടൂണൊക്കെ ഓണാക്കി കൊടുത്ത്, അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഓണാക്കി കൊടുത്ത് ആ കുഞ്ഞിനും ഭക്ഷണം കൊടുക്കുവാനായിട്ട് ശ്രമിക്കുന്നു. ഈ കുഞ്ഞും ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഈ ഗാഡ്ജറ്റ്സ് ഇങ്ങനെ നോക്കിക്കൊണ്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. ഈ കുഞ്ഞിന് ഭക്ഷണത്തിൻ്റെ സുഗന്ധം, ഗന്ധം, അല്ലെങ്കിൽ അതിൻ്റെ നിറം, രുചിയൊന്നും മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നില്ല സഹോദരങ്ങളെ. അങ്ങനെ യാന്ത്രികതയിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ജീവിതത്തിലേക്ക് പോകുന്ന അവസരങ്ങളിൽ ഈ വർഷം നമുക്ക് ഒരു പുതിയ ചിന്തകൾ തരട്ടെ. എങ്ങനെയാ സന്തോഷത്തോടെ ഉള്ളതുകൊണ്ട് ജീവിക്കുവാനായിട്ട് സാധിക്കുക? നമുക്കറിയാം എങ്ങനെയൊക്കെയാ ജീവിക്കേണ്ടതെന്ന്, പക്ഷേ പലപ്പോഴും സാധിക്കുന്നില്ല. അതാണ് എപ്പോഴും എവിടെയും ഉണ്ടാകുന്നത്. സങ്കീർത്തനത്തിൻ്റെ പുസ്തകത്തിൽ 127 അധ്യായത്തിലെ 2-ാമത്തെ വചനം പറഞ്ഞു വയ്ക്കുന്നത് ഇപ്രകാരമാണ്: അതിരാവിലെ എഴുന്നേൽക്കുന്നതും വളരെ വൈകി ഉറങ്ങാൻ പോകുന്നതും കഠിന പ്രയത്നം ചെയ്ത് ജീവിക്കുന്നതും വ്യർത്ഥമാണ് എന്ന്. പ്രിയപ്പെട്ടവരെ, അധ്വാനിക്കണം, പക്ഷേ നമ്മുടെ ശരീരം മറന്ന് അധ്വാനിക്കരുത്. തലമറന്ന് എണ്ണ തേക്കരുതെന്ന് നമ്മുടെയൊക്കെ പൂർവികർ പറഞ്ഞ് കേട്ടിട്ടില്ലേ? ആയതിനാൽ നമുക്ക് നമ്മളെ തന്നെ ഒന്ന് മനസ്സിലാക്കുവാൻ, അധ്വാനങ്ങളെ ക്രമീകരിക്കുവാനായിട്ട് സാധിക്കട്ടെ. ഇന്ന് പ്രത്യേകിച്ച് തീർത്ഥയാത്രകൾക്കൊക്കെ വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന ദിനങ്ങളാണ്, പ്രത്യേകിച്ച് കോവിഡിന് ശേഷമുള്ള കാലഘട്ടം. അങ്ങനെ വേണമെങ്കിൽ പറയാം. വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ മക്കളൊക്കെ പഠിക്കാനും ജോലിക്കൊക്കെയായി പോയി. 50 വയസ്സിന് മുകളിലുള്ള മാതാപിതാക്കൾ തനിയാണ് മിക്ക കുടുംബങ്ങളിലും. അവരൊക്കെ ചെയ്യുന്ന ചില കാര്യങ്ങൾ ഒത്തിരി സന്തോഷമുള്ള കാര്യമാണ്. കാരണം എന്താ? പല സ്ഥലങ്ങളിലേക്ക്, ദൂരങ്ങളിലേക്ക് യാത്ര പോകുവാനായിട്ട്, തീർത്ഥയാത്രയായിട്ടും അല്ലാതെയും യാത്ര ചെയ്യുവാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു. സ്നേഹമുള്ളവരെ, യാത്ര ചെയ്യണം. യാത്രകൾ മനസ്സിൻ്റെ വലിപ്പം കൂട്ടുകയാണ് ചെയ്യുന്നത്. നമ്മളൊക്കെ ഒരു സ്ഥലത്ത് തന്നെ വസിച്ചു കഴിഞ്ഞാൽ ആ സ്ഥലവും ആ സ്ഥലം തരുന്ന പരിമിതിയുമൊക്കെ നമ്മുടെ മനസ്സിനെ ചെറുതാക്കി കളയും. എന്നാൽ യാത്ര ചെയ്യുമ്പോൾ വിശാല മനസ്കതയോടുകൂടെ ലോകത്തെ കാണുവാൻ, ജനങ്ങളെ കാണുവാനായിട്ട് സാധിക്കും. സ്നേഹമുള്ളവരെ, വിശാല മനസ്സിൻ്റെ ഉറവിടങ്ങളായിട്ട് മാറട്ടെ. ഒരുപക്ഷെ യാത്രയിൽ കണ്ടുമുട്ടുന്ന വ്യക്തികളോട് സംസാരിക്കാൻ നമുക്ക് ഭാഷ അറിയത്തില്ലായിരിക്കാം. എന്നാൽ അവരുടെ ജീവിതത്തെ ഒന്ന് നോക്കിക്കാണുവാൻ ശ്രമിച്ചാൽ ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. സ്നേഹമുള്ള വ്യക്തികൾ, സഹായിക്കാൻ മനസ്സുള്ള വ്യക്തികൾ, നമ്മളെക്കാളൊക്കെ കൂടുതലായിട്ട് മനോഹരമായിട്ട് ആതിഥ്യ മര്യാദയോടുകൂടെ പെരുമാറുന്ന വ്യക്തികൾ, അങ്ങനെ പലരുമുണ്ട് ജീവിതത്തിൻ്റെ യാത്രയിൽ ഞാനും നിങ്ങളുമൊക്കെ കണ്ടുമുട്ടുവാനായിട്ട്. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് അധ്വാനിക്കുന്ന നിമിഷങ്ങളിൽ പോലും നമുക്ക് നമ്മുടെ മനസ്സിനെ ഒന്ന് ക്രമപ്പെടുത്തുവാനായിട്ട് ശ്രമിക്കാം. ഞാൻ ഓർക്കുന്ന ഒരു കാര്യമുണ്ട്. ഞങ്ങളുടെ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ഒരു മാനസികാരോഗ്യ കേന്ദ്രമുണ്ട്. ഏതാനും വർഷങ്ങൾക്ക് മുൻപ് അവിടെ സർവീസ് ചെയ്തിരുന്ന ഒരു അച്ഛനെ, ഡയറക്ടർ അച്ഛനെ എനിക്കറിയാം. അച്ഛനോട് പറയാറുള്ള ഒരു കാര്യമുണ്ട്: വൈദ്യുച്ച മാസത്തിലൊരിക്കലെങ്കിലും ഒരു 20 or 25 പേരെ കൂട്ടിക്കൊണ്ട് ഞാൻ പുറത്തു പോകുമായിരുന്നു ഒരു ദിവസത്തെ പിക്നിക്കിന് വേണ്ടിയിട്ട്. അവരിൽ അല്പം സംയമനത്തോടെയൊക്കെ പെരുമാറുന്ന വ്യക്തികളുണ്ട്. അവരെയൊക്കെ എനിക്കറിയാം. അവരെയൊക്കെ കൂട്ടി ഞാൻ പതുക്കെ, പ്രത്യേകിച്ച് കടൽ തീരത്ത് അല്ലെങ്കിൽ പാർക്കിലൊക്കെ പോകുമായിരുന്നു. അവരുടെ മനസ്സിന് ഒരുപാട് സന്തോഷവും ഉത്സാഹവും ഒക്കെയാണ് ലഭിക്കുന്നത്. കണ്ടോ, ഭയങ്കരമായ വ്യത്യാസം വരുന്നത് കണ്ടോ? അതെ പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ഒരു തുറവിയാണ് ലഭിക്കുക. ആയതിനാൽ ജീവിതത്തിൻ്റെ കർമ്മമണ്ഡലങ്ങളിൽ ഞാനും നിങ്ങളുമൊക്കെ തിരക്കുള്ളവരാണ്. ഈ തിരക്കുള്ള സമയത്ത് പോലും അല്പസമയം യാത്രകളിലേക്ക് മാറ്റുവാനായിട്ട്, നമുക്ക് വേണ്ടി ചെലവഴിക്കുവാനായിട്ട് ശ്രമിക്കാം.
അതോടൊപ്പം തന്നെ പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് സഹോദരങ്ങളെ. നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്ന വ്യക്തികളാണ്. ഒരുപക്ഷെ ഗുഡ്നസ് യൂട്യൂബ് ചാനലിലെയും ഗുഡ്നസ് ടി വിയിലെയും ഒക്കെ വിശുദ്ധ കുർബാനയും ആരാധനയും ടോക്കുകളുമെല്ലാം നിങ്ങൾ കേൾക്കുന്നുണ്ടാവാം, നിങ്ങൾ അതിൽ പങ്കെടുക്കുന്നുണ്ടാവാം. ദൈവത്തിന് നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് വ്യക്തിപരമായ പ്രാർത്ഥന. വ്യക്തിപരമായ പ്രാർത്ഥന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഒരുപാട് ഡയമെൻഷൻസ് ഉണ്ട്. പക്ഷേ ഒരു കാര്യം സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുകയാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞ ഒരു കാര്യം, ഗോ ബാക്ക് ടു ദ ഓൾട്ടർ. ഗോ ബാക്ക് ടു ദ ഓൾട്ടർ. അങ്ങനെ പറഞ്ഞാൽ വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ ചിലവഴിക്കേണ്ട സമയം നമ്മൾ കൂട്ടണം. അൾത്താരയിൽ ഈശോയെ എഴുന്നള്ളിച്ചു വെച്ചിരിക്കുന്ന സമയത്ത് ഒരു കൊച്ചുകുഞ്ഞിനെ പോലെ ആ ആരാധനയുടെ ദിവ്യകാരുണ്യത്തിൻ്റെ മുൻപിൽ ഇരിക്കുവാനായിട്ട് സാധിക്കണം പ്രിയപ്പെട്ടവരെ. ഈ വർഷം നമുക്ക് തീരുമാനമെടുക്കാം. നമുക്കറിയാലോ, കോവിഡിന് ശേഷം നിത്യാരാധന ചാപ്പലുകളായി പല പള്ളികളും മാറിയിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ 24 മണിക്കൂറുണ്ട്, ചില സ്ഥലങ്ങളിൽ 12 മണിക്കൂറുണ്ട്, 8 മണിക്കൂറുണ്ട്. നമുക്ക് ചുറ്റുപാടുമൊക്കെ ഒന്ന് നമ്മൾ ദീർഘവീക്ഷണം നടത്തുകയാണെങ്കിൽ നമുക്കിത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ ഒന്ന് പോകണം. നമുക്കൊക്കെ ദുഃഖവും വേദനയും ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവരോട് എല്ലാം തുറന്നു പറയുവാനായിട്ട് ശ്രമിക്കും. അവർ പറയുന്നത് കേൾക്കുവാൻ നമ്മൾ ശ്രമിക്കും. അവരുടെ വാക്കുകൾ ഒരുപക്ഷെ ആശ്വാസം നൽകുന്നതായിരിക്കാം. പരിഹാരം ജീവിതത്തിൽ അപ്പോഴും ഉണ്ടായില്ലെങ്കിൽ പോലും ചില വാക്കുകൾ നമ്മളെ സ്വാന്തനിപ്പിക്കും. ചില നിശബ്ദതകൾ നമുക്ക് ഊർജം പകരും. പ്രിയപ്പെട്ടവരെ, നമുക്ക് വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ, ദിവ്യകാരുണ്യ ആരാധനയുടെ മുമ്പിൽ ആയിരിക്കുവാൻ സാധിക്കട്ടെ. ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന നിങ്ങളിൽ കുറച്ചു പേരെങ്കിലും ഈ ഒരു പ്രാർത്ഥന അനുഭവത്തിലൂടെ കടന്നുപോയ വ്യക്തികളായിരിക്കാം. ദിവ്യകാരുണ്യ ആരാധനയുടെ മുമ്പിലായിരിക്കുന്ന സമയത്ത് നമ്മുടെ സന്തോഷങ്ങൾ, നമ്മുടെ കൂട്ടുകാരോട്, പ്രിയപ്പെട്ടവരോട് നമ്മുടെ സന്തോഷങ്ങൾ നമ്മൾ പങ്കുവയ്ക്കുന്നത് പോലെ, നമ്മുടെ ദുഃഖങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ടവരോട് പങ്കുവയ്ക്കുന്നത് പോലെ നമ്മൾക്ക് പങ്കുവയ്ക്കുവാനായിട്ട് സാധിക്കണം. ശാന്തമായി ഒന്ന് ഇരുന്നാൽ മതി. പിന്നെ മനസ്സിൽ, ദൈവമേ, ഇതുപോലുള്ള വേദനകൾ, ദുഃഖങ്ങൾ, തകർച്ചകൾ ഉണ്ട്, ഞാൻ എന്താ ചെയ്യേണ്ടത്, എനിക്കറിയില്ല. പ്രിയപ്പെട്ടവരെ, ആദ്യമൊക്കെ ചിലപ്പം ബോറിംഗ് ആയിരിക്കാം, ചിലപ്പം ഒരു 5 മിനിറ്റ് പോലും ഇരിക്കാൻ സാധിക്കാതെ വന്നിരിക്കാം. എന്നാൽ കുറേ കഴിയുമ്പം വലിയൊരു ശക്തി, വലിയൊരു മാറ്റം നമ്മിലുണ്ടാവുകയാണ് ചെയ്തത്. പിന്നെ പുറത്തേക്ക് ഇറങ്ങുമ്പം നമ്മുടെയൊക്കെ മനസ്സിനൊരു സന്തോഷമാ, വലിയൊരു ശക്തിയാ, ആത്മീയ നിർവൃതിയാ. എൻ്റെ ജീവിതത്തിൽ ഞാനിത് അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് എനിക്കിത് പറയുവാനായിട്ട് സാധിക്കുക. ആയതിനാൽ 2026 നമുക്ക് വ്യക്തിപരമായ പ്രാർത്ഥനയിൽ ആഴപ്പെടുന്നതോടൊപ്പം ദിവ്യകാരുണ്യത്തിൻ്റെ മുൻപിലിരിക്കുവാനായിട്ട് ഒരു തീരുമാനം എടുക്കാം. പ്രിയപ്പെട്ടവരെ, ജീവിക്കാൻ മറക്കരുത് എന്ന് ഏറ്റവും സ്നേഹത്തോടുകൂടെ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ലിയോ ടോൾസ്റ്റോയുടെ ഒരു ചെറുകഥയുണ്ട്, ഒരു മനുഷ്യന് ജീവിക്കുവാൻ എത്ര ഭൂമി ആവശ്യമാണ് എന്ന ചെറുകഥ. നമുക്കൊക്കെ അറിയാവുന്ന ഒരു ചെറുകഥ. ഒരു മനുഷ്യൻ പ്രഭാതം മുതൽ പ്രദോഷം വരെ ഓടുകയാ അവന് വേണ്ട ഭൂമിക്ക് വേണ്ടിയിട്ട്. ഓടി ഓടി അവൻ തളരുകയാണ് ചെയ്യുന്നത്. അവസാനം അവൻ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നു, കുഴഞ്ഞു വീണു മരിക്കുന്ന ഒരു ചെറുകഥ നമുക്കറിയാം. പക്ഷേ ഈ ചെറുകഥയെക്കുറിച്ച് ഇടയ്ക്കൊന്ന് ചിന്തിക്കുന്നതും നമ്മുടെയൊക്കെ ജീവിതത്തെ ക്രമപ്പെടുത്തുന്നതും നല്ലതാണ് പ്രിയപ്പെട്ടവരെ. ആ മനുഷ്യൻ ആ ദിവസം മുഴുവൻ അദ്ദേഹത്തിന് നേടാനായി നെട്ടോട്ടം ഓടി അവസാനം അദ്ദേഹം കുഴഞ്ഞു വീണ് മരിക്കുകയാണ് ചെയ്യുന്നത്. അവകാശമായി ലഭിച്ചത് 6 അടി മണ്ണാണ്. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ എന്തൊക്കെയോ നേടുവാനുള്ള ഒരു ത്വര, അതാണ് എപ്പോഴും നമ്മളെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതൊക്കെയൊന്ന് മാറ്റിവെക്കുവാനായിട്ട്, സാവകാശം നിശബ്ദതയിലേക്ക് വരുവാനായിട്ട്, ദൈവിക അനുഭവത്തിലേക്ക് വരാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ അതൊക്കെ നമ്മുടെ ജീവിതത്തിന് വലിയ
അർത്ഥവും വ്യാപ്തിയുമാണ് നൽകുന്നത്. എനിക്കറിയാം സന്തോഷത്തോടെ ജീവിക്കുന്ന കുടുംബങ്ങളൊക്കെ. ഇനി ഇപ്പോഴത്തെ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയും ഞാൻ ആദ്യം പറഞ്ഞു കഴിഞ്ഞു. എങ്കിൽ പോലും മക്കളൊക്കെ ഒരുമിച്ച് കൂടുന്ന സമയമുണ്ട് വീടുകളിലൊക്കെ. 4-5 മക്കളുള്ളവരുണ്ട്, 1-2 മക്കളുള്ളവരൊക്കെ ഉണ്ട്. അവരൊക്കെ ഒരുമിച്ച് കൂടുന്നു. 3-4 ആഴ്ചകൾ ഒരിടത്തും പോകാതെ പ്രിയപ്പെട്ട മാതാപിതാക്കളുടെ കൂടെ ചെലവഴിക്കുന്ന മക്കളുണ്ട്. ഇനി മാതാപിതാക്കളൊക്കെ വാർദ്ധക്യത്തിലെത്തിക്കഴിഞ്ഞാൽ നേഴ്സുമാരെയോ ഹോം നേഴ്സിനെയോ ഒക്കെ അവർ നിയമിക്കും. അതോടൊപ്പം തന്നെ 4-5 മക്കളൊക്കെയുള്ള കുടുംബങ്ങളാണെങ്കിൽ അവർ അറ്റ്ലീസ്റ്റ് എല്ലാ മാസവും ഒരാളുടെ സാന്നിധ്യം ആ കുടുംബത്തിലുണ്ടാകുവാനായിട്ട് ശ്രമിക്കുന്ന മക്കളുമുണ്ട്. അങ്ങനെയുള്ളവരുമുണ്ട്. ജോലിയൊക്കെ വിദേശ രാജ്യങ്ങളിലാണ്. പക്ഷേ അവരെ ആ തിരക്കും അവർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് പ്രിയപ്പെട്ട പേരൻസിനോടൊപ്പം ചെലവഴിക്കുന്ന, അവർക്ക് താങ്ങായി കൈത്തണലായി വരുന്ന മക്കളുമുണ്ട്. സ്നേഹമുള്ളവരെ, പ്രിയപ്പെട്ടവരെ, ഇവരൊക്കെയാണ് യഥാർത്ഥമായ ജീവിതം നയിക്കുന്നവർ. നമുക്ക് ഇങ്ങനെയൊരു ജീവിതം നയിക്കുവാനായിട്ട് സാധിക്കട്ടെ. കാരണം സമർപ്പിത ജീവിതത്തിലായാലും വൈദിക ജീവിതത്തിലായാലും എവിടെയും തിരക്കുകൾ ധാരാളമാണ്. പക്ഷേ തിരക്കിനിടയിൽ പോലും മനസ്സ് ശാന്തമാക്കാൻ സാധിച്ചാൽ അവിടെയാ ജീവിതം വിജയിക്കുക. തിരക്കുകൾ കൂടുമ്പോൾ ജീവിതം യാന്ത്രികതയിലേക്ക് മാറിപ്പോവുകയാണ് ചെയ്യുന്നത്. ജീവിതം യാന്ത്രികതയിലേക്ക് വന്നു കഴിയുമ്പം ഒരുതരം നിസ്സംഗത, തളർച്ച, വിഷാദാത്മകത നമ്മെ പിടികൂടും. പിന്നെ ഉദ്ദേശിച്ചതുപോലെ കാര്യങ്ങളൊന്നും ചെയ്യുവാനായിട്ട് സാധിച്ചില്ലെങ്കിൽ വലിയ നിരാശയിലേക്ക് തെന്നിമാറാറുണ്ട്. പെട്ടെന്ന് ഒരു രോഗമുണ്ടായെന്ന് വിചാരിക്കുക, ഒരു അപകടമുണ്ടായെന്ന് വിചാരിക്കുക, ചലിക്കാൻ പറ്റാത്ത ഒരവസ്ഥ ഉണ്ടായെന്ന് വിചാരിക്കുക. പിന്നെ മുമ്പോട്ടുള്ള ജീവിതം വലിയ വേദനാജനകമാണ്. എന്തിനൊക്കെയോ വേണ്ടി ജീവിതത്തിൽ ഓടി, പക്ഷേ ഓട്ടം പൂർത്തിയാക്കുവാനായിട്ട് സാധിച്ചില്ല. എന്നാൽ ഓരോ നിമിഷവും സുന്ദരമാണ് പ്രിയപ്പെട്ടവരെ. ഓരോ ദിവസവും, ഓരോ മാസവും, ഓരോ വർഷവും സുന്ദരമാണ്. ജീവിതം സുന്ദരമാണ്. അതെ, ഈ സുന്ദരമായ ജീവിതം ജീവിച്ചു തീർക്കുവാനായിട്ട് സ്നേഹത്തോടെ, സന്തോഷത്തോടെ, ആത്മസമർപ്പണത്തോടെ ജീവിച്ചു തീർക്കുവാനായിട്ട് പരിശ്രമിക്കുമ്പോഴാണ് നമുക്ക് ദൈവത്തെ കണ്ടെത്തുവാൻ സാധിക്കുക. അങ്ങനെ ദൈവത്തെ കണ്ടെത്തുവാൻ സാധിച്ചാൽ ആ കണ്ടെത്തിയ ദൈവത്തിന് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനായിട്ട് നമ്മൾക്ക് സാധിക്കും. സങ്കീർത്തനത്തിൻ്റെ പുസ്തകത്തിൽ 90-ാമത്തെ അധ്യായത്തിലെ 9-10 വചനങ്ങൾ പറയുന്നത് ഇപ്രകാരമാണ്: ഞങ്ങളുടെ വർഷങ്ങൾ ഒരു നെടുവീർപ്പ് പോലെ അവസാനിക്കുന്നു. ഞങ്ങളുടെ ആയുഷ്കാലം 70 വർഷമാണ്, ഏറിയാൽ 80. എന്നിട്ടും അക്കാലമത്രയും അധ്വാനവും ദുരിതവുമാണ് എന്ന്. പ്രിയപ്പെട്ടവരെ, സങ്കീർത്തകൻ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം, നമ്മുടെയൊക്കെ ജീവിതം 70-80 വർഷങ്ങൾ. ആരോഗ്യത്തോടുള്ള ജീവിതം എത്രമാത്രമാണ്. ചിലപ്പോൾ അല്പം കൂടിയും കുറഞ്ഞുമൊക്കെ ഇരിക്കാം. പക്ഷേ ഈ ജീവിതത്തിൽ അധ്വാനങ്ങളുണ്ട്, നൊമ്പരങ്ങളുണ്ട്, നെടുവീർപ്പുകളുണ്ട്. ഈ അധ്വാനങ്ങളെയും ഈ നൊമ്പരങ്ങളെയും നെടുവീർപ്പുകളെയും അതിജീവിക്കണമെങ്കിൽ എന്താണ് നമുക്ക് ആവശ്യം? ശക്തമായ ദൈവവിശ്വാസം. ആ ദൈവവിശ്വാസത്തിൽ നിന്ന് ഉയരുന്ന ദൃഢമായ ബോധ്യങ്ങൾ, ഇതാണ് നമ്മുടെ ജീവിതത്തെ മുൻപോട്ട് നയിക്കുന്നത്. അബ്രാഹത്തിൻ്റെ ജീവിതം നമുക്കറിയാം. മോറിയ മലയിലേക്കുള്ള യാത്രയിലെ ഇസഹാക്കിൻ്റെ ചോദ്യം നമുക്കറിയാം. ആ ചോദ്യം എന്താണ് എന്ന്. എബ്രഹാം ആ ചോദ്യത്തിന് ഉത്തരം കൊടുത്തത് ഇപ്രകാരമാണ്: മകനെ ദൈവം നൽകും എന്ന്. നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ചിലപ്പോൾ ഞാനും നിങ്ങളുമൊക്കെ വിചാരിക്കും, ആഗ്രഹിക്കുന്നത് പോലെ ഒന്നും നേടിയെടുക്കുവാനായിട്ട് സാധിച്ചിട്ടില്ല. ജീവിതം ഇങ്ങനെ മുമ്പോട്ട് പോവുകയാണ്. പ്രായം കൂടിക്കൊണ്ടിരിക്കുന്നു. പ്രതീക്ഷകൾക്കൊന്നും നിറം കൊടുക്കുവാൻ സാധിച്ചില്ല. പ്രിയപ്പെട്ടവരുടെ പ്രതീക്ഷകൾക്കും നിറം പകരുവാൻ സാധിച്ചിട്ടില്ല. ഇനി എന്തു ചെയ്യും? സ്നേഹമുള്ളവരെ,
ഈ പ്രപഞ്ചം സൃഷ്ടിച്ച ദൈവത്തിന് ഒരു നിമിഷം മതി എന്നിലും നിങ്ങളിലും മാറ്റം വരുത്തുവാനായിട്ട്. ഒരേ ഒരു നിമിഷം. ആയതിനാൽ നമ്മുടെ അധ്വാനങ്ങൾ, നമ്മുടെ വേദനകൾ, ദുഃഖങ്ങൾ സമർപ്പിക്കണം. ദൈവത്തിൻ്റെ കാരുണ്യം നമ്മിൽ ചൊരിയുമെന്നുള്ളത് ഉറപ്പാണ്. സ്നേഹമുള്ളവരെ, സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിലാണ് ഹിമഗണങ്ങൾ ഭൂമിയോട് അലിഞ്ഞു ചേരുന്നത്. അതുപോലെ ദൈവിക സാന്നിധ്യത്തിൽ നമ്മുടെ വേദനകളും ദുഃഖങ്ങളുമൊക്കെ ഇല്ലാതായി മാറുവാനായിട്ട് ഈ 2026 ഉപകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.